ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ രേവതിക്ക് വീണ്ടും പണികൾ ഇങ്ങനെ ഏൽപ്പിച്ചേൽപ്പിച്ച് കൊടുക്കുവാട്ടോ. നമ്മുടെ അച്ഛമ്മ പോയതിന് പിന്നാലെ നമ്മുടെ രേവതി വീണ്ടും 10 മടങ്ങ് എന്താ പറയാ അമ്മായിമ്മ പോരെടുക്കാൻ തുടങ്ങിയിരിക്കും. ആ ഒരു ദിവസത്തെ വീർപ്പുമുട്ടൽ മൊത്തം നമ്മുടെ രേവതിയുടെ നെഞ്ചത്ത് തീർക്കുകയാട്ടോ. അപ്പൊ നമ്മുടെ ഒരു കുന്നു തുണിയാട്ടോ നമ്മുടെ രേവതിക്ക് നമ്മുടെ ചന്ദ്ര അലക്കാൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ശ്രുതിയോടും പറയുന്നുണ്ട്, നിന്റെയും ശ്രുതിയുടെ എല്ലാവരുടെയും ഡ്രസ്സ് കൊണ്ടുപോയി ഇവിടെ അലക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ രേവതി എല്ലാവരുടെയും മേടിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതിയുടെ മാത്രം മേടിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിന്റെ കാര്യം ഞാൻ ഒരിക്കലും നോക്കില്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ചന്ദ്രമതി അവിടെ കിടന്ന് കുറെ ഒച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ രേവതി അതൊന്നും കാര്യമാക്കുന്നില്ല കേട്ടോ. ശേഷം നമ്മുടെ വർഷയും കുറച്ച് തുണികൾ കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട്, നമ്മുടെ വേലക്കാരിക്കൊക്കെ കൊടുക്കുന്ന പോലെ. അപ്പൊ നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, എനിക്ക് ഈ പൈസ വേണ്ട വർഷ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വർഷ പറയുന്നുണ്ട്, ഇത്രയും പണി ചെയ്യണം വേലക്കാരിക്ക് പോലും ഇതിൽ കൂടുതൽ കൊടുക്കണം. അപ്പൊ ഞാൻ എന്റെ സ്നേഹത്തിലെ ചേച്ചിക്ക് തരുന്നതല്ലേ, ചേച്ചി മേടിച്ചോ എന്നും പറഞ്ഞ് കുറച്ച് പൈസ നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ ദഹിക്കുന്നില്ല കേട്ടോ. പക്ഷെ എനിക്കും അത്ര ദഹിച്ചില്ല കേട്ടോ. കാരണം നമ്മുടെ വർഷ ഒരു വേലക്കാരിനെ പോലെ ആട്ടോ നമ്മുടെ രേവതിനെ കണ്ടിരിക്കുന്നത്. ആ ഒരു പണിയെടുക്കുന്നതിന് ഒരു കൂലി കൊടുത്തു, ആ ഒരു സ്നേഹത്തോടു കൂടി പിന്നീട് എപ്പോഴെങ്കിലും ആണ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആ ഒരു തുണി കൊടുത്ത് അലക്കാൻ തുണി കൊടുത്തതിന്റെ ഒപ്പം ആ ഒരു പൈസ കൊണ്ട് കൊടുക്കും. ഇപ്പൊ അലക്കാൻ പുറത്തുനിന്ന് ഒരു ജോലിക്കാരിനെ വിളിച്ചാൽ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ എന്തായാലും വർഷയുടെ ഉള്ളിൽ അത്രയ്ക്കൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. വർഷ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെയൊക്കെയായി തീരും കഥ, അല്ലേ? അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.